ഈ കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ബാപ്പുട്ടിക്ക എന്ന് പറയുന്ന ഈ നിലമ്പൂരിനെ അറിയുന്ന, നിങ്ങളെ അറിയുന്ന, മണ്ണിനെ അറിയുന്ന, കാടിനെ അറിയുന്ന ആ പച്ച മനുഷ്യൻ ഈ നിലമ്പൂരിന്റെ മണ്ണിലേക്ക് മത്സര രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നെഞ്ചിലേറ്റുമെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോലും നമുക്കറിയാം ഇന്ന് കേരളത്തിനകത്ത് വിലക്കയറ്റം വലിയൊരു ചർച്ചാ വിഷയമാണ്. ഇന്നത്തെ പത്രത്തിൽ പോലും പറയുന്നു മാസങ്ങളോളമായി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിത്യം ഭാരം പോലെ കടന്നു കയറുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ, വിലക്കയറ്റം നിയന്ത്രിക്കാൻ സപ്ലൈകോയിൽ സാധനങ്ങൾ കൊണ്ടുവെക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ഭരണകൂടമാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഇന്നുമായി നമുക്കറിയാം ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ആശാവർക്കർമാർ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് കടന്നു വന്നിരിക്കുകയാണ്. ആരാണ് ആശാവർക്കർമാർ? നമുക്കറിയാമല്ലോ. കോവിഡാനന്തര കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം വന്നപ്പോൾ ഞങ്ങളുടെ വീടുകളിൽ സാന്ത്വനമായി കടന്നു വന്നിട്ടുള്ള ആളുകൾ, മരുന്നുമായി കടന്നു വന്നിട്ടുള്ള ആളുകൾ, ഭക്ഷണ പദാർത്ഥങ്ങളുമായി കടന്നു വന്നിട്ടുള്ള ആ ആശാവർക്കർമാർക്ക് ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് 232 രൂപയാണ്. ആ 232 രൂപയിൽ നിന്നും അല്പമെങ്കിലും ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച് 100 ദിവസം പിന്നിടുന്ന ആശാവർക്കർമാരെ അധിക്ഷേപിച്ച സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. പ്രിയപ്പെട്ടവരെ, ആ ആശാവർക്കർമാർ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിലമ്പൂരിന്റെ മണ്ണിൽ വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകുക. ആ സമരം നടത്തുന്ന ആശാവർക്കർമാരെ എന്തൊക്കെ രീതിയിൽ അധിക്ഷേപിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങൾക്ക് കടക്കുകയല്ല. അതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. കാരണം എന്താ? 9 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരുള്ള ഒരു താക്കീതായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒരു താക്കീത് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് തുടങ്ങാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങോട്ടാണ് നമ്മുടെ കേരള സംസ്ഥാനം കടന്നു പോകുന്നത്? നിങ്ങൾ ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങൾ കണ്ടുകാണും. കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പിണറായി വിജയന്. ആ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇന്ന് കേരളത്തിന്റെ പോലീസിന്റെ സ്ഥിതി എന്താ? മലാപ്പറമ്പിൽ എന്ന് പറയുന്ന സെക്സ് റാക്കറ്റിന്റെ കഥ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ട് കാണും. ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ആ സെക്സ് റാക്കറ്റ് അവിടെ വാണിഭ നടത്തുന്നത് തന്നെ പോലീസുകാർ എന്നാണ് പറയുന്നത്. പോലീസുകാർക്ക് ദിനപ്രതി ലക്ഷക്കണക്കിന് രൂപ അവരുടെ പോക്കറ്റിലേക്ക് വരുന്ന സ്ഥിതി ഈ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ്. 2 ദിവസം മുന്നേ നിങ്ങൾക്കറിയാം, ഒരു പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാർ ഡ്രസ് മാറുന്ന റൂമിൽ ഒളിക്യാമറ വെച്ച കേസിലെ പ്രതികളും ഇവിടുത്തെ പോലീസുകാരാണ്. നിങ്ങൾ ആലോചിക്കണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിൽ അറിയപ്പെടുന്ന കൊട്ടേഷൻ ടീമിന്റെ ബർത്ത്ഡേക്ക് ഇവിടുത്തെ ഡിവൈഎസ്പി പങ്കെടുത്ത കാര്യം ഞാനും നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു. എങ്ങോട്ടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കടന്നു പോകുന്നത്? നമ്മുടെയൊക്കെ കൊച്ചനുജന്മാർ ഇവിടെ ഉണ്ട്. കോളേജിൽ പോകുന്ന കുട്ടികളുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. ഇന്ന് ക്യാമ്പസിനകത്ത് സ്ഥിതി എന്താ? ഇന്ന് ക്യാമ്പസിനകത്ത് ലഹരി അഴിഞ്ഞാടുകയാണ്. ആരാണ് ലഹരിക്ക് ഈ നേതൃത്വം കൊടുക്കുന്നത്? ലഹരി നമ്മുടെ പ്രിയങ്കരനായ ബാപ്പുട്ടിൻ്റെതായ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുഴുവൻ ആളുകളും നിങ്ങളെ അറിയുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, കാണറിയുന്ന പ്രിയപ്പെട്ട ബാപ്പുട്ടിക്ക നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ നേരിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിണറായി സർക്കാരിന് എതിരെയുള്ള ഒരു താക്കീതായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ നമുക്ക് സാധിക്കണം. മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ നിലമ്പൂരിന്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ വീട്ടിലും നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ കൂടപ്പുറപ്പായി, നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ സുഹൃത്തായി എപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഈ നിലമ്പൂരിന്റെ ജനിച്ചു വളർന്ന് നിലമ്പൂരിന്റെ മണ്ണും മനസ്സും അറിയുന്ന ശ്രീ ബാപ്പുട്ടിക്കയെ നമുക്ക് ചരിത്ര ഭൂരിപക്ഷത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയക്കാൻ വേണ്ടി സാധിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ആര്യാടൻ മുഹമ്മദ് സാറിനെ അറിയാം, ബാപ്പുട്ടിക്കയെ നമുക്കറിയാം. ആര്യാടന്റെ മുഹമ്മദ് സാറിന്റെ കാലഘട്ടത്തിലും ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ കാലഘട്ടത്തിലും ഒരു ഘട്ടത്തിലും നിങ്ങൾക്ക് ബാപ്പുട്ടിക്കയുടെ പേരിൽ ഈ ജനാധിപത്യ കേരളത്തിൽ ഈ നിലമ്പൂരിന്റെ മുന്നിൽ ആരുടെ മുന്നിലും തലകൂണിക്കേണ്ട ഒരു ഗതികേട് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്രയേറെ ജനപ്രിയനായ, അത്രയേറെ ജനശ്രദ്ധയുള്ള, അത്രയേറെ സാധാരണക്കാരന്റെ മനസ്സറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന നമ്മുടെ ബാപ്പുട്ടിക്ക. ആ ബാപ്പുട്ടിക്കയെ വൻ ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിക്കേണ്ട കടമ നിങ്ങൾ ഓരോരുത്തരും കൊണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. 2 ആരോപണം നടക്കുന്നുണ്ട്, അതിനുവേണ്ടി അവർ ക്ഷണിക്കുന്നു. നമ്മുടെ ശാന്തി
സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നേതാവിനെ സ്നേഹത്തോടെ പ്രശ്നം ക്ഷണിക്കും. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് ബാഗ് അത് അവിടെ ഈ സൈഡിൽ നിന്ന് വരുന്നത്, ആ കൂടെ വരുന്നതെന്ന്. ആദരണീയരെ, പ്രിയരെ, സുഹൃത്തുക്കളെ, സഹോദരിമാർ, ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങൾ ഏറെ വൈകിയാണെങ്കിലും നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല. ഈ പ്രദേശത്തെ ഫോറസ്റ്റിന്റെ പ്രശ്നം കൊണ്ട് നിരവധിയായ വികസന പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ റോഡിന്റെ പ്രശ്നം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്കറിയാം, ഒരു UDF ഭരിക്കുന്ന കാലത്തുള്ളത് പോലത്തെ ഒരവസ്ഥയല്ല ഇപ്പോഴുള്ളത്. അന്ന് നമുക്ക് പറഞ്ഞ് ചെയ്യിക്കാൻ കഴിയുന്ന ആർജവമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. 2016 മുതൽ നമ്മൾ അനുഭവിക്കുന്നത് പൂർണ്ണമായും അവഗണിക്കപ്പെട്ട നിലവിലാണ്. വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന ഒരു ഭരണകൂടം. നമുക്കൊരു പഴയ നിലമ്പൂരിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നമുക്കറിയാം, ഈ കാട്ടുമൃഗശല്യം, കാട്ടാന ശല്യം, ഈ പ്രദേശത്തുള്ള പലരും ഈ കാട്ടിനിടയിൽ താമസിക്കുന്ന ആളുകൾ. ഇപ്പൊ ഇവിടെ മാത്രമല്ല, സാധാ ടാറിട്ട റോഡിൽ പോലും ആട് മേയുന്നത് പോലെ കാട്ടാന മേയുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ അയൽപക്കത്തെ പൂച്ച നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് പോലെയാണ് ഇപ്പൊ ആ പുലിയും കടുവയും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ജനങ്ങൾ ആകെ ഭയാശങ്കയിലാണ്. ഒരു ഭാഗത്ത് പ്രകൃതി ദുരന്തം, മറ്റൊരു ഭാഗത്ത് കാട്ടുമൃഗശല്യം. ഇതിന് രണ്ടിനും ഇടയിൽപ്പെട്ട് എരിഞ്ഞമരുന്ന മലയോര ഗ്രാമമായി നിലമ്പൂർ മാറി. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ പോലും ആളില്ല, ചോദിക്കാനും പറയാനും ആളില്ലാത്ത രൂപം. മാത്രമല്ല, എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിന് മറുപടിയില്ല. ചോദിച്ചാൽ പറയും പ്രധാനമന്ത്രിക്ക് കത്തെഴുതി, മന്ത്രിമാർക്ക് കത്തെഴുതി എന്ന മറുപടി മാത്രമാണ് കേൾക്കുന്നത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവില്ല. നമുക്കെല്ലാവർക്കും കൈകോർത്ത് നിന്ന് ഈ നാടിന് കഴിഞ്ഞ കാലത്ത് തടസ്സപ്പെട്ട വികസന കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. UDF കൊണ്ടുവന്ന വികസന പദ്ധതികൾ പാതി വഴിയിലിട്ട് പോയ LDFന്റെ പ്രവർത്തനങ്ങളെ തിരുത്തിക്കാൻ നമുക്ക് കഴിയണം. നമുക്കതിനൊരു തുടർച്ചയുണ്ടാകും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എനിക്ക് നിങ്ങൾക്ക് മോഹനസുന്ദര വാഗ്ദാനമൊന്നും ഞാൻ നൽകുന്നില്ല. പക്ഷേ ഞാൻ ഒരു വാഗ്ദാനം നിങ്ങൾക്ക് നൽകുന്നു. എന്നും നിങ്ങളുടെ കൂടെ, നിങ്ങളിൽ ഒരുവനായി, നിങ്ങളുടെ ഒരു മകനെ പോലെ, നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ ആര്യാടൻ ചൗക്കത്ത് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നതാണ് എനിക്ക് തരാനുള്ള ഉറപ്പ്. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എന്നെ ജയിപ്പിച്ചയച്ചാൽ നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന പരിപാടി ആര്യാടൻ ചൗക്കത്തിൽ ഉണ്ടാവില്ല. എനിക്ക് പോകാൻ ഒരു ഇടവുമില്ല. ഞാൻ ഈ നിലമ്പൂർ ജനിച്ചവനാണ്, നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നവനാണ്, നിങ്ങളുടെ കൂടെ തന്നെ ഈ മണ്ണിൽ ജീവിക്കുന്നയാളാണ്. അന്ത്യശ്വാസം വരെ ഒരു നിലമ്പൂരുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തരാനുള്ള വാഗ്ദാനം. അത് നിങ്ങളുടെ പ്രശ്നത്തിലും പ്രയാസത്തിലും നിങ്ങളുടെ സന്തോഷത്തിലും ഒക്കെ പങ്കുചേരാൻ ഞാൻ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. അതിന് നിങ്ങൾ എൻ്റെ ചിഹ്നമായ കൈപ്പത്തി വിജയിപ്പിച്ച് എനിക്ക് ഭൂരിപക്ഷം തന്ന് എന്നെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയച്ചാൽ, കേരള നിയമസഭയിൽ എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ ശബ്ദം മുഴങ്ങുന്നത്, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഈ നിലമ്പൂരിലെ ഈ കാട്ടുമൃഗ ശല്യത്തിൽ പെട്ടുയരുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഫോറസ്റ്റിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം
വികസനം നടത്താൻ കഴിയാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയെ കുറിച്ചായിരിക്കും ഞാൻ ആദ്യം സംസാരിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഒരു സംശയവും വേണ്ട. എന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ വോട്ട് മാത്രം പോരാ, നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന കൂടി ഉണ്ടാവും. ആ പ്രാർത്ഥനയ്ക്കാണ് വലിയ ഐശ്വര്യമുള്ളത്, അതിനാണ് ആത്മചൈതന്യമുള്ളത്. അങ്ങനെയുള്ളൊരു വിജയം നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.